നമസ്കാരം ചങ്ങായിമാരെ. വൺ ഓഫ് ദ ടോപ്പ് ഇറ്റാലിയൻ സിനിമ എനിക്ക് മനസ്സിലായ പോലെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓൾ ടൈം റൊമാൻറ്റിക് അഥവാ ഇറോട്ടിക് സിനിമയാണ് മലേന. എത്ര സിനിമയുണ്ട് മച്ചാനെ, പിന്നെന്തിനാ ഈ തരത്തിലൊരു സിനിമ എന്ന് ചോദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഈ വീഡിയോ അവസാനം വരെ കാണുക. മലേന, ഒരു പട്ടണത്തിലെ അതിസുന്ദരിയായ പെണ്ണിൻ്റെ കഥ. ഇത് ഒരു 12-13 വയസ്സുള്ള ചെറുക്കൻ റെനാട്ടോ കണ്ട ഒരു സൗന്ദര്യവതിയുടെ കഥ എന്ന രീതിയിലും പറയാം. ഈ കഥ വേൾഡ് വാർ 2 നടക്കുന്ന സന്ദർഭത്തിലാണ് അരങ്ങേറുന്നത്. ഈ വേൾഡ് വാറിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇത് കുറച്ച് ഡിഫറൻ്റാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൽ യുദ്ധം ഒന്നും തന്നെ കാണിക്കുന്നില്ല. പകരം ആ ടൈമിൽ യുദ്ധത്തിൽ മുഴുകിയ ഒരു പട്ടാളക്കാരൻ്റെ സുന്ദരിയായ ഭാര്യയുടെ കുറിച്ചുള്ള ആൾക്കാരുടെ അഭിപ്രായം, അവളുടെ മേലുള്ള അവരുടെ കാമം, ദ്വേഷം, ഇവയൊക്കെ എങ്ങനെ സമൂഹത്തിൽ വ്യാപിക്കുന്നു എന്നാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ ചെറുക്കൻ റെനാട്ടോയ്ക്ക് ഒരു സൈക്കിൾ കിട്ടും. ചെക്കനാകട്ടെ ആകെ സന്തോഷമാവുകയും ചെയ്യും. പിന്നെ നമ്മുടെ മലനയുടെ കാര്യം, ആ ടൗണിലെ സകലരുടെയും കണ്ണ് അവളുടെ മേലാണ്. നല്ല ഇൻ്റർനാഷണൽ ലെവൽ വായ്നോട്ടം. ഇതേ മലനയെ കാണുന്നതിന് വേണ്ടി റെനാട്ടോയും അവനേക്കാൾ പ്രായത്തിന് മൂത്ത ചങ്ങായിമാരും ചേർന്ന് കാത്തിരിക്കുകയാണ്. അന്ന് ആദ്യമായി ബ്യൂട്ടിഫുൾ മലേന റെനാട്ടോയുടെ മുന്നിലൂടെ നടന്നു വരികയാണ്. അവളെ കണ്ട ഉടനെ റെനാട്ടോയ്ക്ക് രോമാഞ്ചവും കൂടെ ഉത്തേജനവുമൊക്കെ ഉണ്ടാകുന്നു. അവളെ പ്രണയിക്കാനും തുടങ്ങുന്നു. മലേനയുടെ ഭർത്താവ് യുദ്ധത്തിന് പോയ ശേഷം അവളുടെ ലൈഫ് ഒരുപാട് മാറിയിരിക്കുന്നു. ആ നാട്ടിലെ ജനങ്ങൾ മലേനയുടെ പേരിൽ വല്ലാത്ത അപവാദങ്ങളൊക്കെ പറഞ്ഞ് പരത്തിക്കൊണ്ടേയിരുന്നു. അവളൊരു ചീത്ത പെണ്ണാണ്, അവൾക്ക് അന്യപുരുഷന്മാരുമായി അഫെയറുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ കാരണം ഒന്നു മാത്രമാണ്, മലേനയുടെ സൗന്ദര്യം. റെനാട്ടോ ഒരു ടീനേജ് പയ്യനാണ്. ലവ് അല്ലെങ്കിൽ ലെസ്റ്റ് തമ്മിലുള്ള വ്യത്യാസമൊന്നും അറിയാത്ത ഒരു പയ്യൻ. മലേനയെ പറ്റിയുള്ള റൂമേഴ്സ് കേട്ട് ആ സന്ദർഭങ്ങളിൽ അവനെ തന്നെ സങ്കല്പിച്ച് മലേനയുടെ കൂടെ ജീവിക്കുന്നതായി ഒരു സങ്കല്പ ലോകം സൃഷ്ടിക്കുന്നു അവനൊരു ചെറിയ ചെക്കനല്ല എന്ന് സ്വയം ചിന്തിച്ച് ഒരു യുവാവിനെ പോലെ ബിഹേവ് ചെയ്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല അവൻ്റെ മുഴുവൻ ദിനചര്യയും മലേനയെ പിന്തുടർന്ന് സ്പൈ ചെയ്യുന്നത് മാത്രമായി മാറിയിരിക്കുന്നു. അവളെ എല്ലാ സ്ഥലത്തും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവളെ ഇമാജിൻ ചെയ്ത് മലേനയുടെ കൂടെ തന്നെ ഉള്ളതായി സങ്കല്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടും തീർന്നില്ല, മലേനയുടെ വസ്ത്രം മോഷ്ടിച്ച് അവളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ അവൻ്റെ വീട്ടിൽ ഈ വിഷയം അറിഞ്ഞ് ഒരു വലിയ വഴക്ക് തന്നെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയിരിക്കെ യുദ്ധത്തിന് പോയ മലേനയുടെ ഭർത്താവ് അവിടെ വെച്ച് മരണപ്പെട്ടു എന്ന വാർത്ത പരന്നതോടെ ഒറ്റയ്ക്കായ മലേന അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് താമസം മാറുന്നു. റെനാട്ടോ അവളെ ഫോളോ ചെയ്ത് അവിടെയും എത്തുന്നു. അപ്പുറത്താണെങ്കിൽ ആ പട്ടണത്തിലെ ജനങ്ങൾ വീണ്ടും വീണ്ടും മലേനയെപ്പറ്റി കഥകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഈ എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്ന റെനാട്ടോ മലേനയ്ക്ക് താനൊരു പ്രൊട്ടക്ടർ ആകണമെന്ന് ചിന്തിക്കുന്നു. മലേനയുടെ അച്ഛന് ആരോ ഒരു കത്തയക്കുന്നു. അതിൽ മലേനയ്ക്ക് പലരുമായും അഫയേഴ്സ് ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുമൂലം മലേനയുടെ അച്ഛൻ അവളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നു. മലേന വീണ്ടും ഒറ്റയ്ക്കാവുന്നു. ഇതിനിടയിൽ ഒരു എയർഫോഴ്സ് ഓഫീസറുമായി അവൾക്ക് ബന്ധമുണ്ട്, ഒരു അൺമാരീഡ് വ്യക്തിയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ വലിയ വാർത്തയാവുകയും അത് കോടതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. എന്നാൽ മലേന നിരപരാധിയാണെന്നും അയാളെ അവൾ വെറും സുഹൃത്തായി മാത്രമാണ് കണ്ടത് എന്നും കോടതി വിധി വരുന്നു. ആ കേസ് വിജയിച്ച വക്കീൽ എനിക്ക് പണം വേണ്ട, നിന്നെ മതിയെന്ന് പറഞ്ഞ് ബലപ്രയോഗത്തിലൂടെ മലേനയെ പ്രാപിക്കുന്നു. ഈ ദൃശ്യം നേരിട്ട് കണ്ട റെനാട്ടോ വളരെയധികം ഡിപ്രസ് ആവുന്നു. അവന് ഈ ജനങ്ങളോട് ഭയങ്കരമായ ദേഷ്യവും സങ്കടവും ഉണ്ടാകുന്നു. ഇത്രയും സംഭവങ്ങൾ അരങ്ങേറിയതിന് ശേഷം സൗന്ദര്യത്തിൻ്റെ പര്യായമായിരുന്ന മലേന ആ നാട്ടിലെ മറ്റു പല വൃത്തികേടുകളുടെയും പേരായി മാറുന്നു. അവൾക്ക് തലയുയർത്തി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അത്രയ്ക്കും ദയനീയമായ രീതിയിൽ അവളുടെ പേഴ്സണാലിറ്റി അന്നാട്ടുകാർ നശിപ്പിച്ചിരുന്നു. അതിനിടയിൽ അപകടത്തിൽ മലേനയുടെ അച്ഛൻ മരണപ്പെടുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് മലേനയ്ക്ക് ഒരു സഹായത്തിന് പോലും ആരുമില്ലാതാവുന്നു. ഭർത്താവിൻ്റെ പേരിൽ വരുന്ന പെൻഷൻ പോലും കേസ് കാരണം മുടങ്ങുന്നു. അവൾക്ക് റെപ്യൂട്ടേഷൻ മാത്രമല്ല പണവും ഇല്ലാതെയാവുന്നു. ദെൻ ഷീ ഡിസൈഡ്സ്. അതൊരു സീൻ തന്നെയായിരുന്നു ചങ്ങായിമാരെ. മുഴുവൻ ജനങ്ങളും ഇച്ഛിച്ച പോലെ തന്നെയായിരുന്നു അവസാനം. ഒരു സമൂഹം ഒരു പെണ്ണിനെ പൂർണ്ണമായും പരിവർത്തനം ചെയ്യുന്ന കാഴ്ചയായിരുന്നു അത്.
ബ്യൂട്ടിഫുൾ ആൻഡ് സെൻഷ്വൽ മലേന ഒരു പുതിയ രൂപത്തിൽ ടൗണിലേക്ക് എൻട്രി ചെയ്യുന്നു. ഹെയർ കട്ട് ചെയ്ത് പുതിയ വേഷവിധാനങ്ങൾ അണിഞ്ഞ് മാർക്കറ്റിൽ വന്നിരുന്ന് സിഗരറ്റ് എടുത്തപ്പോൾ അതിന് തിരികൊളുത്താൻ ഇത്രയും നാൾ അവളുടെ പിന്നിൽ നിന്നും സംസാരിച്ചു കൊണ്ടിരുന്ന എല്ലാ ആണുങ്ങളും ഒരുമിച്ചെത്തുന്നു. അവന് ഏറെ പ്രിയപ്പെട്ട മലേന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആവുന്നത് കണ്ട് റെനാട്ടോ ഒരുപാട് വിഷമിക്കുന്നു. അവൻ്റെ അമ്മ ഇതെന്തോ കൂടോത്രമാണെന്നും കരുതി വിഷമിക്കും. പക്ഷേ കാര്യം മനസ്സിലാക്കിയ അവൻ്റെ അച്ഛൻ അവനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മലേന പ്രോസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടാണ് ഗ്രാമത്തിലെ ആണുങ്ങളെല്ലാം റെഡ് സ്ട്രീറ്റ് ഏരിയയിലേക്ക് പോകുന്നത് എന്നും പറഞ്ഞ് ഗ്രാമത്തിലെ പെണ്ണുങ്ങളെല്ലാം അവളെ അവിടെ നിന്നും ഓടിക്കണമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. മലേന നല്ലവളായിരുന്നപ്പോൾ ആണുങ്ങളെല്ലാം കഷ്ടപ്പെടുത്തി. ഇപ്പോൾ അവൾ വേശ്യാ ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ പെണ്ണുങ്ങളൊക്കെ അവളെ വലിച്ചഴച്ച് കൊണ്ടുവന്ന് അടിച്ച് ജീവിതത്തിൽ ഒരിക്കലും അവൾ ഈ നാട്ടിലേക്ക് വരരുത് എന്നുള്ള രീതിയിൽ പെരുമാറുന്നു. മലേനയ്ക്ക് നാട് വിട്ടു പോവേണ്ടി വരുന്നു. അതുവരെ സിനിമയിലുള്ള ഹോട്ട് സീൻസും ആ ചെറുക്കൻ്റെ കേളികളും കണ്ട് നിർവൃതി പൂണ്ട നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഒരു വിങ്ങലുണ്ടാവും. എന്തൊക്കെയാണ് ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് തോന്നിപ്പോവും. കുറച്ച് നാളുകൾക്ക് ശേഷം മരിച്ചുപോയി എന്ന് കരുതിയ മലേനയുടെ ഭർത്താവ് തിരികെ നാട്ടിലേക്ക് വരുന്നു. അവൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ വേറെ അഭയാർത്ഥികൾ താമസിക്കുകയായിരുന്നു. കൂടാതെ മലേന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നും അവളുടെ സ്വഭാവം ശരിയല്ലെന്നുമൊക്കെ ഓഫീസേഴ്സ് അയാളോട് പറയുകയും ചെയ്യും. പാവം, അയാളുടെ ഫ്രണ്ട്സ് പോലും ഇക്കാര്യത്തിൽ അയാളെ അപമാനിക്കും. ഇതെല്ലാം കണ്ട് റെനാട്ടോയ്ക്ക് വളരെയധികം വിഷമം ഉണ്ടാവുകയും ചെയ്യും. അവൻ മലേനയുടെ ഭർത്താവിന് ഒരു കത്തെഴുതി. മലേനയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നും അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ മലേനയെ വീണ്ടും ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ അവളോട് വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവളുടെ കൂടെ അവളുടെ ഭർത്താവുണ്ട്. മലേനയ്ക്ക് അവളുടെ റെപ്യൂട്ടേഷൻ തിരിച്ചു കിട്ടുന്നു. അതുകൊണ്ട് തന്നെ റെനാട്ടോയ്ക്ക് സന്തോഷമാവുകയും ചെയ്യും. പല കാരണങ്ങൾ കൊണ്ടും ഈ സിനിമ കാഴ്ചക്കാരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ സിനിമ സൗന്ദര്യമെന്നത് ഒരു ശാപമാണ് എന്ന് ഡയറക്റ്റായിട്ട് പറയുന്നില്ല. പകരം ഈ സമൂഹം ഒരു പെണ്ണിനെ എങ്ങനെയാണ് വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടുന്നത് എന്ന് കാണിച്ചു തരുന്നു. കൂടാതെ സമൂഹത്തിൽ ഒരു പെണ്ണിന് കൂടെ ഭർത്താവുണ്ടെങ്കിൽ മാത്രമാണ് വില, ഇല്ലെങ്കിൽ അവളെ നോക്കുന്ന ദൃഷ്ടി മറ്റൊരു തരത്തിലായിരിക്കുമെന്നും പറയുന്നു. ഈ സിനിമ ഒരു പഴയ സിനിമയാണ്, പക്ഷേ ഇന്ന് കണ്ടാലും ഫ്രഷായി തോന്നും. കാരണം പറയുന്ന വിഷയം ഈ കാലത്തും പ്രസക്തിയുള്ളതാണ്. സോ ഇനിയെങ്കിലും ഒരു സ്ത്രീയെ, ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം നോക്കിക്കാണുന്ന രീതി മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കണേ ചങ്ങായിമാരെ. ശരിയാണ് എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാൻ ചങ്ങായിമാരെ. ദിസ് ഈസ് മീ സൈനിങ് ഓഫ്.